രാഹുൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല. നിയമപരമായി ഒരു തരത്തിലുമുള്ള തെറ്റേ താൻ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയുടെയും അനുവാദമില്ലാതെ ബാഡ് ടച്ച് എന്തിന്, ഒന്ന് ഹാൻഡ് ഷേക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല ഞാൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടം ആ ഇന്റർവ്യൂകളിൽ മുഴുവനായി പറഞ്ഞിരുന്നത്. രാഹുലിനെതിരെ ആരോപണവുമായി വന്ന ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഓരോ വ്യക്തികളെയും, അതിജീവിതമാരുടെ അല്ല, അല്ലാതെയുള്ള ഓരോ വ്യക്തികളുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ തന്റെ ഭാഗം വ്യക്തമാക്കിയത്. കോൺഗ്രസ് പ്രവർത്തക കൂടിയായ ഷഹനാസിനെ അടക്കം എടുത്തു പറഞ്ഞിരുന്നു. അതാണ് തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തി മാത്രമല്ല വേദനിപ്പിച്ചതെന്ന് രാഹുൽ പറയുകയും ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല സുഹൃത്താണ്, എനിക്കറിയാവുന്ന ഷഹനാസ്, ഞാൻ പാലക്കാട് നിൽക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ട, എന്നോട് ഉപദേശിച്ച ഷഹനാസാണ്. എനിക്കറിയാവുന്ന ഷഹനാസ് ഞാൻ പാലക്കാട് ജയിച്ചു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ MLA ആകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ ആളാണ്. എനിക്കറിയാവുന്ന ഷഹനാസ് ഈ പറയുന്ന ആരോപണം വന്നപ്പോൾ, ആദ്യ ആരോപണം വന്ന സമയത്ത് എന്നെ ആശ്വസിപ്പിക്കുകയും ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയാവുന്ന ഷഹനാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്, അല്ലെങ്കിൽ ഷഹനാസിന് കൂടി പാർട്ണർഷിപ്പുള്ള കമ്പനിയിലേക്ക് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ച ഷഹനാസാണ് എന്നാണ് പറയുന്നത്. ഇതേ ഷഹനാസ് തന്നെയാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഷഹനാസ് ചില റിപ്പോർട്ടുകളുമായി, ചാറ്റുകളുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും അത് പാടെ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില കമന്റുകൾ വരികയും ചെയ്യുന്നു. സംഗതി ഇന്ന് നിയമസഭയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ സതീശന്റെയും കോൺഗ്രസിന്റെയും തനി സ്വരൂപം കാണുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആദ്യമായിട്ടാണ് ചെറിയ തോതിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സതീശൻ പോയത്. പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കില്ല എന്ന് വിചാരിച്ച ഈ എത്തിക്സ് കമ്മിറ്റിക്കാണ് ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രാഹുലിനെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള മറ്റ് MLA മാർക്ക് കൂടി, അതായത് ഇതേ ആരോപണമുള്ള മറ്റ് MLA മാർക്ക് കൂടി ഇതേ രീതിയിലുള്ള നടപടികൾ വേണം എന്നാണ് ശക്തമായ വാദം ഉയരുന്നത്. അതിന് പിന്നാലെയാണ് തൽക്കാലത്തേക്ക് നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നിയമസഭ എത്തുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്ന പേജിലേക്ക് ഒരു വ്യക്തി എഴുതിയ, അതായത് ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്ന പേജിലോട്ട് ജിയോ റെജി NTA എന്ന വ്യക്തി എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ടാഗ് ചെയ്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അത്യാവശ്യ രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും ഇപ്പോൾ അത് കൃത്യമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചാനൽ ചർച്ച വന്നതിന് ശേഷം ഈ ലക്ഷ്മി പത്മ ചില ചാറ്റുകൾ പുറത്തുവിട്ടിരുന്നു. ആ ചാറ്റുകൾ കൂടി തെളിവാക്കി വെച്ചുകൊണ്ടാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ ഒരു പോസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളയിൽ തന്നെ വന്നിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റ് ആദ്യം വായിക്കാം. സ്വയം കുഴിച്ച കുഴിയിൽ വീണത് അവതാരകയോ? രാഹുലിനെതിരെ കൊണ്ടുവന്നത് അദ്ദേഹത്തിനുള്ള ക്ലീൻ ചീട്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1 അല്ല 3 ബലാത്സംഗ കേസുകൾ അടുപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കരുതി അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചെന്ന്. എന്നാൽ പുറത്തു വരുന്ന ഓരോ തെളിവുകളും രാഹുലിനെ കുറ്റമുക്തനാക്കാനുള്ള വഴികളാണ് തുറക്കുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. എന്നാൽ ലക്ഷ്മി പത്മ ഇന്നലെ പുറത്തുവിട്ട പുതിയ സ്ക്രീൻഷോട്ടുകൾ രാഹുലിന്റെ നിരപരാധിത്വത്തിനാണ് അടിവരയിടുന്നത്. സമ്മാനങ്ങൾ അയക്കുന്ന ഇരയോ എന്നതാണ് പ്രധാന ചോദ്യം. 2023 നവംബർ മുതൽ 2025 ഒക്ടോബർ വരെ, അതായത് പീഡനം നടന്നു എന്ന് പറയുന്ന കാലയളവിന് ശേഷവും രാഹുലിന്റെ പേരിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും പണം കൈമാറുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയെങ്കിലും പീഡിപ്പിച്ച വ്യക്തിക്ക് വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ അയക്കുന്ന അതിജീവിത ഉണ്ടോ എന്നതാണ് ചോദ്യം. അവിഹിത ബന്ധമോ അതോ പ്രണയമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഈ രേഖകൾ തെളിയിക്കുന്നത് ഇവർ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഇരുകൂട്ടർക്കും അറിവുള്ള ഒരു സ്വകാര്യ ബന്ധമാണ്. അതിനെ ബലാത്സംഗം എന്ന് വിളിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് എത്രത്തോളം വില പോകും എന്നാണ് ചോദ്യം. അവതാരകയുടെ രാഷ്ട്രീയ നാടകം എന്നതും പറയുന്നുണ്ട്. എല്ലാ കേസുകളിലെയും ഒരേ അവതാരക തന്നെ സൂത്രധാരയായി വരുന്നത് കാണുമ്പോൾ ഇതിന് പിന്നിലെ അജണ്ട ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. രാഹുലിനെ തകർക്കാൻ കൊണ്ടുവന്ന തെളിവുകൾ തന്നെ അദ്ദേഹത്തിന്റെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന വാദത്തിന് കോടതിയിൽ ആയുധമാകും. രാഹുലിന് ഇപ്പോൾ കിട്ടിയ ജാമ്യം ഒരു തുടക്കം മാത്രമാണ്. ഈ സ്ക്രീൻഷോട്ടുകൾ വിചാരണ വേളയിൽ എത്തുമ്പോൾ പരാതിക്കാരിയുടെ വിശ്വാസ്യത തന്നെ തകരുകയും രാഹുൽ പൂർണ്ണമായും കുറ്റമുക്തനാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഉറപ്പാണ്.
ചതിക്കാൻ നോക്കിയവർ തന്നെ രക്ഷിക്കാനുള്ള വഴിയും ഒരുക്കിയിട്ടുണ്ട്. ലക്ഷ്മി പത്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി എന്നാണ് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. അതിന് താഴെ വന്ന 1-2 കമന്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കോമഡി എന്തെന്നാൽ വെച്ചാൽ ഇതിലെ പല മാസങ്ങളും വൈറ്റ് ഇങ്ക് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. പീഡനം നടന്നു എന്ന് പറയുന്ന മാസങ്ങൾക്ക് ശേഷം അയച്ചത് ആകാം അത് എന്നുള്ളതാണ്. പീഡിപ്പിക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് നല്ല പീഡനമെന്ന് കളിയാക്കുന്നവരും ഉണ്ട്, പരിഹസിക്കുന്നവരും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടം ഈ സമയത്ത് ഒരു TV ചാനലിൽ വന്ന് അഭിമുഖം നടത്തിയത് ശരിയായില്ല. അത് വീണ്ടും ചർച്ചയാവുന്നത് UDF-ന് ക്ഷീണം ചെയ്യും. അത് തന്നെയാണ് ഈ അഭിമുഖത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടം എന്ന MLA ആദ്യഘട്ടത്തിൽ ഉള്ള ചില ധാർമ്മികത, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന MLA ജനങ്ങൾക്ക് കൊടുക്കേണ്ട മറുപടി ഉണ്ടായിരുന്നല്ലോ, അതേ മറുപടി തന്നെയാണ്, ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന മറുപടി തന്നെയാണ്. ഇതേതായാലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ചർച്ച നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് UDF-ന് വലിയ ക്ഷീണമാകുമെന്ന് തോന്നുന്നില്ല. കാരണം രാഹുൽ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. ഒരു രാഹുലിനെ കേട്ടതുകൊണ്ടോ ഒന്നും തന്നെ UDF തൽക്കാലം ഇപ്പോൾ UDF-ന് ഒന്നും കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നു. കാരണം അതിനേക്കാൾ വലിയൊരു ആവശ്യത്തിലേക്ക്, വലിയൊരു പദ്ധതിയിലേക്ക്, വലിയൊരു ലക്ഷ്യത്തിലേക്ക് പാർട്ടി കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടില്ലെങ്കിലും സാരമില്ല, ജനങ്ങളെ കേട്ടാൽ മാത്രം മതിയാകുമെന്ന് രാഹുൽ തുറന്നടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട് എന്തായാലും സ്വതന്ത്രനായി ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. താൻ ഒളിവിൽ പോയതല്ല, മറിച്ച് തനിക്കുള്ള വാശിയായിരുന്നു ഈ കേസിൽ. അതായത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നെ പിടിച്ച് അകത്തിട്ട് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്നും ഞാൻ മാറി നിന്നത് എന്നും വ്യക്തമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ.